എല്ലാവർക്കും ടെക്നിക്കൽ അക്വാപോണിക്സ് ജിയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ബയോഫ്ലോക്കിന് വേണ്ട ടാങ്ക് നിർമ്മാണമാണ്. ഇത് ദിലീപ് സാറിൻ്റെ വീട്ടിൽ ഫാം ഹൗസിലാണ് ചെയ്യുന്നത്. പ്രസാദ് മനേൽ സാറാണ് നേതൃത്വത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് 1 ഇഞ്ച് ആംഗിൾ പീസ് നമ്മൾ ചുറ്റും ഉറപ്പിക്കുകയാണ്. അതൊരു ഏകദേശം ഒരു 6 പീസാണ് നമ്മൾ റൗണ്ടിൽ ഉറപ്പിക്കുന്നത്. അതിനോട് ചേർന്ന് നമ്മൾ 2 ഇഞ്ച് സ്ക്വയറുള്ള 4 mm ഒരു മെഷാണ് അതിൻ്റെ ഉപയോഗിക്കുന്നത്. ആ മെഷ് നമ്മൾ ഈ 6 പീസിലും ഉറപ്പിച്ച് അതിൽ വെൽഡ് ചെയ്ത് ഉറപ്പിക്കണം. അങ്ങനെ വെൽഡ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ ഒരു പട്ട വെച്ച് വെൽഡ് ചെയ്യും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ എന്തെങ്കിലും മുനകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഷീറ്റിന് ഹോള് വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ വെൽഡ് ചെയ്ത് എല്ലാം നല്ലപോലെ ഉരച്ച് കളഞ്ഞ് എല്ലാം ക്ലിയറാക്കണം. താഴെ നിരപ്പെന്ന് പറയുന്നത് ഏകദേശം ഒരു 6 ഇഞ്ച് ചെരിവാണ് നമ്മുടെ മണ്ണിൽ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഫ്ലോക്കിനെ നമുക്ക് പുറത്തേക്ക് കളയാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആ ചെരിവ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇതെല്ലാം വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ്. ഒരു പട്ടയാണ് അവസാനം നമ്മൾ അതിൽ വെൽഡ് ചെയ്യുന്നത്. പട്ട വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോളിഷീറ്റ് അതിൻ്റെ ആദ്യം ഒരു റബ്ബർ പോളിഷീറ്റ് അതിൻ്റെ മേലെ ഇട്ടതിന് ശേഷമാണ് നമ്മുടെ ശരിക്കുള്ള ടാർപോളിൻ അതിൻ്റെ മേലെ വിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് തറനിരപ്പിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളിത് വേണമെങ്കിൽ റാസിന് അല്ലെങ്കിൽ അക്വാപോണിക്സിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കുഴിയെടുത്തിട്ട് താഴേക്ക് വേണമെങ്കിൽ ഇറക്കിയിട്ട് നമുക്ക് ഗ്രോ ബെഡൊക്കെ നമുക്കൊരു വെള്ളം വന്ന് വീഴുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടും ചെടികൾ നടുന്നതിൻ്റെ സൗകര്യത്തിന് വേണമെങ്കിൽ ഉയരം കുറച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ നമ്മൾ ഭൂമിയിൽ വലിയ ആഴത്തിൽ കുഴിയെടുക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല. പകുതിയൊക്കെ താത്തിയാൽ മതിയാവും. ഇത് നമ്മൾ വെൽഡ് ചെയ്ത് ശരിക്കും ഉറപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ടാർപോളിനിട്ട് വെള്ളം നിറയ്ക്കാനായിട്ട്. അതല്ലെങ്കിൽ വെള്ളം അത് ഒരു സൈഡ് ബലം കുറഞ്ഞ് നമ്മൾ ഷീറ്റ് അത് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഉരച്ചെല്ലാം ക്ലിയർ ചെയ്യാണ്. എല്ലാ സൈഡും മുനകളായിട്ടുള്ള ഭാഗങ്ങളൊക്കെ സ്മൂത്ത് ചെയ്യണം. അത് ശേഷമാണ് ഈ പോളി റബ്ബർ ഷീറ്റ് അതിൻ്റെ സ്പോഞ്ച് കടയിലൊക്കെ കിട്ടുന്നതാണ് ഇത്. ആ പോളി ഷീറ്റാണ്. അത് ആദ്യം വിരിച്ചിട്ട് അത് ഏകദേശം ഒരു 17 മീറ്ററാണ് നമുക്ക് വേണ്ടത്. 6 mm സൈസാണ് അതിൻ്റെ തിക്നെസ്സാണ്. അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ നിലത്തും വിരിക്കാം. അതിന് ശേഷമാണ് നമുക്ക് നമുക്ക് ആ ടാർപോളിൻ നമ്മുടെ ടാങ്ക് ഇതിലേക്ക് നമ്മൾ വയ്ക്കുന്നത്. എല്ലാം നിരപ്പാക്കി എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നിലത്ത് ബാക്കിയുള്ളത് വിരിച്ചു നമ്മൾ ഇതിലേക്ക് ഈ ടാർപോളിൻ ഷീറ്റ് നമ്മൾ വിരിക്കുകയാണ്. ഇതിപ്പോൾ 4 അടി ഉയരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ 5 അടി ഉയരമാണ് നമുക്ക് ഇതിനുണ്ടാവുക. അതിപ്പോൾ നമ്മുടെ വെള്ളം നിറയ്ക്കേണ്ട സൗകര്യത്തിനനുസരിച്ച് നമുക്ക് നീളം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചെയ്തതിന് ശേഷം സൈഡിൽ കെട്ടാനുള്ള നമുക്ക് കയറ് വെച്ച് കെട്ടാനും വലിച്ച് കെട്ടാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ നമ്മൾ കുറേശ്ശെ വെള്ളം നിറച്ച് ആദ്യം തന്നെ അതിൻ്റെ എല്ലാം ചുളിവുകൾ മാറ്റി നമ്മൾ വെള്ളം നിറയ്ക്കുന്നതിനനുസരിച്ച് കെട്ടി എടുക്കണം. അപ്പോഴാണ് ക്ലിയർ ആവുള്ളൂ. നമ്മൾ ആദ്യമേ കെട്ടിയിട്ട് വെള്ളം നിറയ്ക്കരുത്. അങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ പല ഭാഗത്തും ചുളിവുകളുണ്ടാവാം. അല്ലെങ്കിൽ ചില സമയത്ത് വെള്ളത്തിൻ്റെ വെയിറ്റ് കൊണ്ട് പല ഭാഗം ചിലപ്പോൾ കീറിപ്പോയെന്ന് വരാം. അപ്പോൾ നമ്മൾ വെള്ളം നിറയ്ക്കുന്നതിനനുസരിച്ച് കെട്ടിക്കൊണ്ടിരിക്കണം. ഉള്ളിലുള്ള ചുളിവുകൾ നമ്മൾ മാക്സിമം അത് ഇതുപോലെ നിരത്തി എല്ലാം ക്ലിയർ ചെയ്യണം.
ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് വെള്ളം ശരിക്കും നിറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ബയോഫ്ലോക്കിൽ ചുളിവുകൾ വന്നു കഴിഞ്ഞാൽ അത് ഡെഡാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ചുളിവുകൾ ഒഴിവാക്കണം. ഇത് 400 GSMൻ്റെ ഷീറ്റാണ്. ഈ ഷീറ്റ് അതിൻ്റെ ടാങ്കിൻ്റെ നിർമ്മാണമൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനത്തിൽ പ്രസാദ് മനയൽ എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ വിളിച്ച് ഇതിൻ്റെ പ്രൈസ് ഇതൊക്കെ ഏറ്റവും ചീപ്പ്, വളരെ വില കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അവിടെ. ഇപ്പോൾ ഏറ്റവും ലാഭകരമായിട്ട് വരുന്നത് ഈ ടാങ്കുകളാണ്. കാരണം വെച്ചാൽ മറ്റത് നമ്മൾ വലിയ കുഴിയെടുക്കാനും മറ്റും വളരെയധികം ചിലവുകൾ വരുന്നുണ്ട്. ഇതാകുമ്പോൾ വളരെ നിരപ്പിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെറിയൊരു പരിചയം മതി, നമുക്കത് സ്വയം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് നമ്മൾ കുറച്ച് ചുളികളൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ വെള്ളം നിറച്ച് തുടങ്ങി. ഇനി കെട്ട് നമ്മൾ പതുക്കെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അത് വെള്ളം നിറയ്ക്കുന്നതിനനുസരിച്ച് നോക്കിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ടാങ്ക് നിർമ്മാണം നമ്മളിപ്പോൾ ഫുള്ളായി കഴിഞ്ഞു. ഇനി നമുക്ക് ആർക്കെങ്കിലും ഈ ടാങ്കിൻ്റെ ഷീറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രസാദ് മനയൽ എന്ന് പറഞ്ഞ സാറിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ആളുടെ നമ്പർ 9446937288. താങ്ക് യു.